ഈ ഇപ്പോൾ തെയ്യം സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ദൈവം സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ അതിനകത്ത് നമ്മൾ തെയ്യം നമ്മൾ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ തെയ്യം ലൈവായിട്ട് കാണുമ്പോൾ അറിയാം ഇത് ഒരു ഹൈ പോയിന്റിൽ ഇങ്ങനെ തുടങ്ങി പിന്നെ കുഴഞ്ഞ് 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 ഇങ്ങനെ തീരെ കേൾക്കാൻ പറ്റാത്ത ഒരു ശബ്ദവീചിയായിട്ട് അവസാനിക്കുക ചെയ്യാറ്. അതുപോലെ തന്നെ ഇതിനകത്ത് സീക്വൻസ് ഉണ്ട്, കൺമഷിയോട് സംസാരിക്കുന്ന ഒരു ഏരിയ. അത് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയോ? അത് മാത്രല്ല അത് ഡബിങ്ങിൽ കുറെ ഇംപ്രവൈസും ചെയ്തിട്ടില്ലേ? ഇല്ല ഇല്ല, അത് നമ്മൾ ഉപയോഗിച്ചത് എന്താണോ അവിടെ പറഞ്ഞത് ആ സെയിം ഇത് സിങ് സൗണ്ട് ആയിരുന്നു നമ്മൾ എടുത്തോണ്ടിരുന്നത്. ഓക്കെ ഓക്കെ, ഒരു അനൗൺസ്മെന്റ് നടന്നിട്ടില്ല അല്ലേ? ഇല്ല, അത് സിങ് സൗണ്ട് ആണ് എടുത്തത്. ആ സിങ് സൗണ്ടിൽ തന്നെ നമ്മൾ അവിടെ ചെയ്ത അതേ സാധനമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു ആയിരുന്നു അതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ എന്നിട്ട് അത് ഡബിങ്ങിൽ എടുക്കാൻ ശ്രമിക്കല്ല, അത് ചെയ്തു. പക്ഷെ എഗെയിൻ നമുക്ക് കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നിയത് ആ സാധനം തന്നെ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് അത് തന്നെ ഉപയോഗിച്ചതാണ്. തെയ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്കറിയാത്ത കൃത്യമായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ഡെഫിനിഷനോ ഒരു നിർവചനമോ പറയാൻ പറ്റാത്ത ഒരുപാട് മാജിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച ശിവദാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി എന്നെ ഒരു ദിവസമാണ് വന്നിട്ട് പഠിപ്പിച്ചത്. ആ ഒരു ദിവസം കലാമണ്ഡലത്തിൻ്റെ അടുത്തുള്ള അവരുടെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിൻ്റെ മോൾ ഭാഗത്ത് അതിൻ്റെ വിഷ്വൽസ് എൻ്റെ ഫോണിൽ എപ്പോഴും ഉണ്ട്. അത് ഒരു ദിവസം കൊണ്ടാണ് ഒറ്റ ദിവസമാണ് ആ ഒരു സീക്വൻസുകൾ പഠിപ്പിച്ച്. അതിന് ശേഷം ഈ തെയ്യത്തിൻ്റെ കോലം കെട്ടി പിന്നെ രണ്ട് തെയ്യങ്ങൾ ചെയ്യണ സമയത്തൊക്കെയും അത് സംഭവിച്ചു. അങ്ങനെ എനിക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ 2 സാധനത്തിനും അങ്ങനെ അത്രയും വെയിറ്റുകളുണ്ട്. അത് കുറേ സംഭവങ്ങൾ അതിൽ സിംഗിൾ ടേക്കുകളുണ്ട്. ഈ ചാട്ടമൊക്കെ സിംഗിൾ ടേക്കുകളുണ്ട് അതിൽ. അത് എനിക്കറിയില്ല, അത് ഈ പറഞ്ഞ പോലെ അതിൽ എന്തൊക്കെയോ കുറേ മാജിക്കുകളുണ്ട്. അതിന് കൃത്യമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു ഡെഫിനേഷൻ പറയാൻ എനിക്കറിയില്ല. അപ്പോൾ അത് സംഭവിച്ച അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിന്നും എൻ്റെ കൂടെയുള്ള ആരോട് വേണമെങ്കിലും ചോദിക്കാം. എന്നെ പഠിപ്പിക്കാൻ വന്ന ശിവദാസൻ എന്ന് പറയുന്ന കണ്ണൂരുള്ള അദ്ദേഹം തെയ്യം ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ മകൻ അക്ഷയ് എന്ന് പറയുന്ന ഒരാളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു ദിവസം എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ മൊമെന്റിൽ സംഭവിച്ചത്. അത് അതിന്റെ ഉത്തരം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 14 days എടുത്തിട്ടുണ്ടായിരുന്നു, വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കറിയാം സംഭവം അറിയില്ല എന്താണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മാജിക്കുകൾ. എനിക്കത് മറ്റേ സംസ്കൃത സിനിമയുടെ അകത്ത് കഥകളിയായിട്ട് ബന്ധപ്പെട്ടിട്ടും ഓർണമെന്റ്സ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചു അല്ലേ? ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കഥകളി പദവും പഠിച്ചു. കഥകളി പദത്തിന്റെ ആ ഒരു കൂവലേ വിലോചന എന്ന് പറയുന്ന ഒരു പോർഷനാണത്. കലാമണ്ഡലം പ്രശാന്ത് എന്ന് പറയുന്ന ഒരാളാണ് ആ ഒരു പോർഷൻ പഠിപ്പിച്ചത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ കിരീടം, അതും എനിക്ക് തോന്നുന്നു രാത്രി ഒരു 11:30-12 മണിക്കെങ്ങാണ്ട് ആ ഷോട്ട് എടുക്കണേ. കാരണം ഇത് മുഖത്തെഴുത്ത് ചുട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതും. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലും എൻ്റെ പോർഷൻസ് ഞാൻ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അതല്ലാണ്ട് റിയൽ ആയിട്ടുള്ള കഥകളി ആർട്ടിസ്റ്റ് ചെയ്യുന്നതും ഉണ്ട് അതിൽ. എൻ്റെ പോർഷൻസ് ആ സിനിമയിലുണ്ട് ശരിക്കും. അത് അതിൻ്റെ കഥകളുടെ ഈ കോപ്പ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഒളപ്പമണ്ണ എന്ന് പറയുന്ന ചെറുപ്പശ്ശേരി അടുത്തുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു രാമൻകുട്ടി എന്ന് പറയുന്നൊരു ഒരാളുണ്ട്. അദ്ദേഹമാണ് ഈ എനിക്ക് തോന്നുന്നു ആ ഏരിയയിലൊക്കെ കഥകളുടെ കോപ്പ് പിന്നെ ഈ വളക്കാപ്പ് എന്നൊക്കെ പറയുന്ന പല ഓർണമെന്റ്സ് ഉണ്ട്, അതൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു മുള്ളുള്ള ഒരു മരം ഉണ്ടല്ലോ, മുരിക്കാണോ മുരിക്ക് വർഗത്തിൽപ്പെട്ട എന്തോ ഒരു സാധനം, അതൊക്കെ കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഉളി പിടിക്കുന്ന രീതിയൊക്കെ വേറെ. നമ്മൾ സാധാരണ ഈ ആശാരിമാര് പിടിക്കുന്ന ഉളി പിടിക്കുന്ന രീതിയിലല്ല, അത്ര തന്നെ ഹാർഡായിട്ട് അത് അങ്ങനെ ഇടിക്കാൻ പാടില്ല, പൊട്ടിപ്പോകും പെട്ടെന്ന്. വളരെ മൈന്യൂട്ടായിട്ടൊക്കെ ചെയ്യും. അപ്പൊ നമ്മളത് വെക്കുമ്പോ തന്നെ ഇങ്ങനെ വെച്ച് ഇങ്ങനെയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നിട്ട് അത് അവരുടെ അടുത്ത് പോയിട്ട് അത്, കാരണം ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ പോകുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ ഇതിന്റെ ഡയറക്ടർ, സിനിമയുടെ ഡയറക്ടർ പ്രഭസാർ, അത് ഭയങ്കരമായിട്ട് അതിൽ ഭയങ്കര പെക്യുലർ ആണ്. പുള്ളിയാണ് എന്നോട് അവിടെ പോയിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ ഇത് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. എനിക്ക് കിട്ടുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി പഠിക്കാൻ പറ്റുക എനിക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ. അപ്പൊ അതിനു വേണ്ടി ശ്രമിച്ചാണ്. വലിയ പൃഥ്വിരാജ് ഫാനാണ്. ഉറപ്പായിട്ടും ഭയങ്കര എന്താണ് ഇത്രയും ആരാധന തോന്നാൻ? ക്ലാരിറ്റി. ഏതൊരു കാര്യത്തിലുള്ളൊരു ക്ലാരിറ്റി ഭയങ്കര അദ്ദേഹത്തിന്. അത് പുള്ളിയുടെ വിഷൻ ശരിയാണ് എന്നുള്ളത് ചുമ്മാ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ ഒരു മീഡിയയുടെ മുമ്പിലോ പബ്ലിക്കിൻ്റെ മുമ്പിലോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്കത് കൃത്യമായിട്ട് അത് കൺവേ ചെയ്യേണ്ടത് ഒരാൾക്ക് അയാൾ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ടിലാണ്, അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തിയിലാണ് അല്ലേ. ആ പ്രവൃത്തിയിൽ പുള്ളി അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, ഞാൻ ചെയ്യുന്നത് ഇന്നതാണ് എന്നുള്ളത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഒരു ക്ലാരിറ്റി നമുക്ക് എല്ലാവർക്കും ഒരു ആവശ്യമാണ്. ഒരു ലൈഫിൽ അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് നല്ലതാണ്. എസ്പെഷ്യലി സിനിമ പോലെയുള്ള വേറൊരു വലിയൊരാൾ ഒരു വ്യക്തിയെ വിശ്വസിച്ച് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ഫാനാണ്.
ഈ ഒരു സമയത്തൊക്കെ ഈ സീരിയൽസിനൊക്കെ വലിയ വിമർശനം ഉണ്ടായിരുന്നില്ലേ? നല്ല സീരിയലുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആളുകൾ പ്രസ്താവന ഇറക്കിയിരുന്നു. റീസെന്റ് ആയിട്ട് സീരിയൽസ് എൻഡോ സൽഫാനേക്കാൾ ദോഷം ചെയ്യുന്നു എന്നൊക്കെ ആരോപണങ്ങളൊക്കെ വരുന്നു. സീരിയലുകൾ അത്രയും കാര്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ടോ? എന്താ അതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്? രണ്ട് വേർഷൻ വേണമെങ്കിൽ അതിന് പറയാം. ഡിപ്ലോമാറ്റിക് പറയുന്നതല്ല കേട്ടോ, രണ്ട് വേർഷൻ വേണമെങ്കിൽ പറയാം. അത് ഇതൊരിക്കലും ഒരാളുടെ തോട്ടിലോ പോയിന്റിലോ വരുന്ന ഒരു ടാർഗറ്റ് അല്ല ഇത്. ഡിമാൻഡിങ് ആണത്. ഇങ്ങനെ കൊടുത്താലേ ഇത് ആൾക്കാർ കാണൂ. അല്ലെങ്കിൽ ഈ സീരിയലുകളെല്ലാം നിലനിൽക്കുന്നത് റേറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്ന റേറ്റിംഗ്. അപ്പോൾ ഈ റേറ്റിങ്ങിനനുസരിച്ചിട്ടാണ് ചാനലിന് അഡ്വർടൈസ്മെന്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന റേറ്റിംഗുള്ള സീരിയൽ വരുന്ന സമയത്ത് കൂടുതൽ അഡ്വർടൈസ്മെന്റുകൾ കിട്ടും. ആ അഡ്വർടൈസ്മെന്റിന് കൂടുതൽ എമൗണ്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ചാനലിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വലിയൊരു, അറ്റ് പ്രസന്റ് എനിക്ക് തോന്നുന്നു ചാനലുകൾ TV കാണുന്നത് വളരെ കുറച്ചുണ്ട്. ബട്ട് സ്റ്റിൽ ചാനലുകൾ നിലനിന്നാൽ മാത്രമാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണമെങ്കിൽ ചാനലിൻ്റെ അടുത്ത് കിട്ടേണ്ട വരുമാനം എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റുകളിലൂടെയാണ്. ഈ അഡ്വർടൈസ്മെന്റ് കിട്ടുന്നതിന് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നോൺ ഫിക്ഷൻ ആണ്. ഇത് ഡിമാൻഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ കഥകളാണെന്നുണ്ടെങ്കിൽ, ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ കഥകൾ ഇത് കാണാനാണെന്നുണ്ടെങ്കിൽ അതാണ് ഇവർ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏറ്റവും വളരെ രസകരമായിട്ട് പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും വളരെ കലാമൂല്യമുള്ള ഒരു സ്റ്റോറി പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ റേറ്റിംഗ് ഉണ്ടാവില്ല. ആ റേറ്റിംഗ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വർടൈസ്മെന്റ് കിട്ടില്ല. അഡ്വർടൈസ്മെന്റ് കിട്ടാണ്ടിരിക്കുകയും ചാനലിന്റെ നിലനിൽപ്പിന് അത് ബാധിക്കുന്നുണ്ടാവും. സോ ഇത് ഈ പറഞ്ഞ പോലെ കോറിലേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ വേണമെന്ന് തന്നെ പറയാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് കുറച്ചും കൂടി വളരെ വേറെ രീതിയിൽ ചിന്തിച്ചുകൂടെ എന്നുണ്ട്. അങ്ങനെ ഒരു റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ടീം കൂടി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാന്ത്വനം എന്ന് പറഞ്ഞിട്ടൊരു സീരിയല്, അത് ഭയങ്കര രസമായിട്ട് പോയിക്കൊണ്ടിരുന്ന സീരിയലാണ്. ഭയങ്കര എനിക്ക് തോന്നുന്നു നമ്മുടെ തൊട്ടപ്പുറത്തെ വീടുകളിലൊക്കെ നടന്നുകൊണ്ടിരുന്നു. അതിൽ പോലും ചില സമയത്തൊക്കെ അങ്ങനത്തെ എലമെന്റ്സ് ഫ്ലേവേഴ്സ് വന്നു പോയിട്ട് എക്സാക്ട്ലി. അപ്പോൾ അത് ഡിമാൻഡിങ് ആണ്, ഇത് വേണമെന്നുള്ളത്. പിന്നെ സോക്കോൾ ഇത് കണ്ടിട്ട് അങ്ങനെ ആൾക്കാർ അതിലേക്ക് മാറേണ്ട ആവശ്യമൊന്നുമില്ല. അതില്ലാണ്ട് തന്നെ നമ്മുടെ ഇപ്പൊ ഇന്ന് പോലും സംഭവിച്ച കാര്യം നമുക്ക് ഒന്നും അല്ലല്ലോ, അല്ലേ? തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്, മലപ്പുറത്തും നടന്നിട്ടുണ്ട്. ഒന്നും വേണ്ട. നമ്മുടെ പാലക്കാട് ഇപ്പൊ എന്താ കുറച്ചു കാലം ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് ചെന്താമര എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പരോളിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അയാൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താ? അപ്പൊ ഇത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഈ എലമെന്റ്സിനെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത് കാണിച്ചത് കൊണ്ട് ഒരാൾ അത് ചെയ്യണമെന്നില്ല, ഇത് കാണിക്കാത്തത് കൊണ്ട് ഒരാൾ അങ്ങനെ ചിന്തിക്കാതിരിക്കണം എന്നുമില്ല. രണ്ടും സംഭവിക്കും. ഈ ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ ആയിട്ട് അനുബന്ധമായിട്ട് ഒരുപാട് ഈ ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ അഖിൽമാരാറൊക്കെ ഒരുപാട് പ്രസ്താവനകളൊക്കെ ഉയർത്തുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പൊ ഞാൻ കടന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ എനിക്കൊരു ഫേസ് ലിഫ്റ്റ് ഉണ്ടായ ഒരു പ്രോഗ്രാമിന് ഇത്, അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിന് ഇത് കുറച്ചൊന്ന് തരം താഴ്ത്തല്ലേ, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നതെന്നൊക്കെ അപ്പം ആലോചിച്ചിട്ടുണ്ടോ? ഈ സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ഒരു പ്രോഗ്രാമിനെ മാറ്റുന്നതിനെ അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം അഗെയിൻ പുള്ളിയുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. പുള്ളിക്ക് അത് പറയുകയും ചെയ്യാം, പുള്ളി പറയുകയും ചെയ്യട്ടെ. അത് ഹുവറിറ്റീസ് അഖിൽമാരാർ എന്നുള്ളതെല്ലാം ഞാൻ പറയുന്നത്, ഹുവറിറ്റീസ് ആരായാലും. പക്ഷെ കടന്നു വന്ന പ്രോഗ്രാമിൻ്റെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ അന്നുണ്ടായിരുന്ന ഇൻസിഡൻ്റ് അല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും തമ്മിലുള്ള ക്ലാരിറ്റി കൊടുക്കാൻ പറ്റണം. പുകമറ സൃഷ്ടിച്ചിട്ട് കാര്യമില്ല.